Let us do a program. Write a program to carry out arithmetic operations on member variables using member functions. Write a program to carry out arithmetic operations on member variables using member functions. Simple program ആണ് member variables ലെ arithmetic operations perform ചെയ്യണം. അത് perform ചെയ്യുന്നത് member functions ഉപയോഗിച്ചായിരിക്കണം. എന്തൊക്കെ arithmetic operations ഉണ്ട്? Addition, subtraction, multiplication and division. So hash include iostream dot h hash include conio dot h then class data നമുക്ക് class define ചെയ്യാം. Public int a b int add int sub addition വേണ്ടി add subtraction വേണ്ടി sub multiplication വേണ്ടി mul കൊടുക്കാം int mul and float diff അത് division ചെയ്യുമ്പോൾ accurate result വേണമെങ്കിൽ നമ്മൾ ഡെസിമലിൽ തന്നെ എന്ത് ചെയ്യണം റിസൾട്ട് എടുക്കണം എങ്കിലേ നമ്മൾ രണ്ട് ഇന്റിജറിനെ ഡിവൈഡ് ചെയ്താലും കറക്റ്റ് റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ഇന്റിജർ മാത്രം കിട്ടും റിമൈൻഡർ വരില്ല then ഒരു ഒബ്ജക്റ്റ് num എന്ന് ക്രിയേറ്റ് ചെയ്യാം we are going to define the function here we are going to define the function outside the class. We are defining the function outside the class. ഇവിടെ നമ്മൾ എയും ബിയും പബ്ലിക് ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ക്ലാസിന്റെ വെളിയിൽ തന്നെ റീഡ് ചെയ്യാൻ പറ്റും പ്രൈവറ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ റീഡ് ചെയ്യാനും കൂടെ ഒരു ഫംഗ്ഷൻ കൊടുക്കണം മെൻഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് അങ്ങനെയുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇതൊക്കെ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ഇൻപുട്ട് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടി വരുന്നത് ഈ കേസിൽ ഇപ്പൊ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് നമുക്ക് പബ്ലിക് ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യാം ഡേറ്റ മെമ്പേഴ്സിനെ ഇനി ലെറ്റ് us define the functions int data അതായത് return type of function class ന്റെ പേര് scoping operator then name of function return a plus b then int sub of int data sub അവിടെ return a minus b അതുപോലെ തന്നെ ബാക്കിയുള്ള ഫങ്ഷൻസും int data mul return a into b then int
ഡേറ്റ ഇന്റ് അല്ലല്ലോ, ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റ് വരുന്നത് ഫ്ലോട്ട് ആണ്. സോ ഫ്ലോട്ട് ഡേറ്റ diff return a by b. ഇപ്പൊ ഫംഗ്ഷൻ ഡെഫിനിഷനും എല്ലാം കഴിഞ്ഞു. ഇനി മെയിൻ ഫംഗ്ഷൻ void main scene num dot a num dot b. ഇവിടെ നമ്മൾ ഈ എയും ബിയും പബ്ലിക് ആയിട്ട് കൊടുത്തോണ്ടാണ് നമുക്ക് ക്ലാസിന്റെ വെളിയിൽ അതിനെ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത്. അതല്ല എയും ബിയും പ്രൈവറ്റ് ആയിട്ടായിരുന്നു ഡിക്ലെയർ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? നമ്മൾ റീഡ് ചെയ്യാനും ഒരു മെമ്പർ ഫംഗ്ഷൻ കൊടുത്തിട്ട് മെയിനകത്ത് മെമ്പർ ഫംഗ്ഷനെ കോൾ ചെയ്യണം, തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ ചെയ്ത പോലെ. അതാണ് വ്യത്യാസം. ഇവിടെ നമുക്ക് ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് എയും ബിയും നമ്മൾ പബ്ലിക് ആയിട്ട് തന്നെ കൊടുത്തു. അതുകൊണ്ട് നമുക്ക് മെയിൻ ഫംഗ്ഷനിലും ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുന്നു. cout a plus b equal to num dot add. Cout a minus b equal to num dot sum. Then cout slash n a into b equal to num dot mul. Cout slash n a by b equal to num dot diff. മെയിൻ ക്ലോസ് ചെയ്തു. ഇത് ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സാമ്പിളിൽ ചെയ്ത പോലെ ആ പബ്ലിക് ഇൻറ്റ് എ ബി എന്നുള്ളത് പബ്ലിക്കിൽ എഴുതാതെ പ്രൈവറ്റ് കൊടുത്തിട്ട് ഇൻറ്റ് എ ബി എന്ന് എഴുതാം. പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആഡ് സബ് മൾ ഡിവ് എന്നുള്ള 4 ഫംഗ്ഷന്റെ കൂടെ റീഡ് ചെയ്യാനും കൂടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ റീഡ് ചെയ്യാൻ ഒരു മെമ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ മെമ്പർ ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കണം പ്രൈവറ്റ് ആയിട്ട് കൊടുത്ത ഡേറ്റ മെമ്പേഴ്സിന്റെ വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റെപ്പ് അതിനകത്ത് കൊടുത്തിട്ട് മെയിനായിട്ട് നമ്മൾ ആ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനും കൂടെ കോൾ ചെയ്യണം. ക്ലിയർ? അത് വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ്. ക്വസ്റ്റ്യനിൽ അത്ര സ്പെസിഫിക് ആയിട്ട് പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും മതിയാവും. Now one more program write a program to obtain solution for a quadratic equation. Obtain solution for a quadratic equation using OOP technique. Quadratic equation root എങ്ങനെയാണ്? -b plus or minus root of b square minus
4ac by 2a. അങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ട് പിടിക്കുന്നത്. Let us do the program. Hash include iostream.h, hash include conio.h, then hash include math.h. നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മാത്ത് ഫംഗ്ഷനും കൂടെ കയറ്റും. മാത്ത് ഹെഡർ ഫയലിലൂടെ ഇൻക്ലൂഡ് ചെയ്തു. നോ class quad private float x y z. No, public data members നെ private ആയിട്ട് കൊടുത്തു. Public void get data of float x, float y, float z. ഫംഗ്ഷൻ എല്ലാം ഡിക്ലെയർ ചെയ്യുവാണ്. void output void equal of float x, float y, void equal of float x, float y, then void emac then void real float x, float y, float z. Float z അല്ലേ ഇവിടെ float d. ഇനി നമുക്ക് ഓരോ ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. void quad get data float a, float b, float c. അവിടെ നമ്മൾ കൊടുക്കും x equal to a, y equal to b, z equal to c. Then void quad output cout slash n x equal to x slash n y equal to y slash n z equal to z. ഇത് നമുക്ക് x y z വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ഫംഗ്ഷൻ. ഫസ്റ്റ് നമ്മൾ x y z ന്റെ വാല്യൂസ് a b c ആയിട്ട് അസൈൻ ചെയ്തു. അതിനുശേഷം x y z ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അവിടെ x y z വാല്യൂസിനെ പ്രൈവറ്റ് ആയിട്ടും ഫംഗ്ഷൻസിനെ എല്ലാം പബ്ലിക് ആയിട്ടുമാണ് ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിയർ വി ആർ ഡിഫൈനിങ് ദ ഫംഗ്ഷൻസ് ഔട്ട്സൈഡ് ദ ക്ലാസ്.
we are defining the functions outside the class. Now next, now void quad equal float A float B. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. float m is equal to minus b divided by 2 into a. ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ ഇതായിരിക്കും വാല്യൂ. Then C out slash n equal roots equal to m slash n. ഈ ഫംഗ്ഷൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. എന്താണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതിൽ ഡിസ്ക്രിമിനന്റ് 0 ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈക്വൽ റൂട്ട്സ് വരുന്നത്. അപ്പൊ ഈക്വൽ റൂട്ട് എന്ന് പറയുമ്പോൾ മൈനസ് ബി ബൈ 2a ആയിരിക്കും വാല്യൂ. അത് ഇവിടെ കണ്ടുപിടിക്കുന്നു, അതിനെ പ്രിന്റ് ചെയ്യുന്നു. അതാണ് ഈക്വൽ റൂട്ട്സ് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഇനി void quad ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആണ് ഈ ഫംഗ്ഷനിൽ കൊടുത്തേക്കുന്നത്. ആക്ച്വലി നമ്മൾ ഡിസ്ക്രിമിനന്റ് വാല്യൂ എടുത്ത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണോ, ഈക്വൽ ടു 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റൂട്ട് പോസിറ്റീവ് ആണോ, റൂട്ട് റിയൽ ആണോ, ഇമാജിനറി ആണോ, ഈക്വൽ ആണോ എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ലാസ്റ്റ് ആ റിയൽ എന്നുള്ള ഫംഗ്ഷനകത്ത് നമുക്ക് ചെയ്യാം. ഇപ്പൊ റൂട്ട്സ് ഇമാജിനറി ആണെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് കണ്ടുപിടിക്കേണ്ട, ഇമാജിനറി ആണെന്ന് പ്രിന്റ് ചെയ്താൽ മതി. സി ഔട്ട് സ്ലാഷ് എൻ റൂട്ട്സ് ആർ ഇമാജിനറി. നമുക്ക് ആ ഫംഗ്ഷനും ക്ലോസ് ചെയ്യാം. ഇനി റിയൽ റൂട്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? void quad real of float a float b float d. ഡിസ്ക്രിമിനന്റ് കൂടെയാണ് അതിൽ പോരുന്നത്. Now float x1 x2 tx. Now tx is equal to sqrt of d. ഡിസ്ക്രിമിനന്റ് ആണ് b square minus 4ac. അതിന്റെ റൂട്ട് ആണ് നമ്മൾ tx. Then x1 real root ആണ്, x1 will be minus b plus tx divided by 2 into a. അത് റിയൽ റൂട്ട്. റിയൽ റൂട്ടിൽ ഒരെണ്ണം, അടുത്ത റിയൽ റൂട്ട് മൈനസ് ബി മൈനസ് ടി എക്സ് ഡിവൈഡഡ് ബൈ 2 into a. അത് അടുത്ത റൂട്ട്. നമുക്ക് ആൻസർ പ്രിന്റ് ചെയ്യാം. സി ഔട്ട് റിയൽ റൂട്ട്സ് ആർ x1 slash t x2. അപ്പോൾ റിയൽ റൂട്ട്സ് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷനും കഴിഞ്ഞു.
ഇവിടെ ഒന്നും നമ്മൾ ഡിസ്ക്രിമിനന്റിനെ ചെക്ക് ചെയ്യുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പ്രോഗ്രാമില് ഇപ്പൊ ഇതുവരെ യൂസ് ചെയ്തേക്കുന്ന ലോജിക്കില് നമ്മൾ റൂട്ട്സ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അതായത് റിയൽ ആണോ ഇമാജിനറി ആണോ ഈക്വൽ ആണോ എന്നൊന്നും നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തില്ല. അപ്പൊ നമുക്ക് ആ ചെക്ക് എവിടെ കൊടുക്കാം? മെയിനില് കൊടുക്കാം. ചെക്ക് നമുക്ക് മെയിനില് കൊടുക്കാം. മെയിനിൽ എങ്ങനെ കൊടുക്കാം? void main. അവിടെ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ് quad eqn, ക്ലാസ് quad eqn. അവിടെ തന്നെ നമ്മൾ കോഎഫിഷ്യൻസിനെ ഡിക്ലെയർ ചെയ്യുന്നു a b c. then we are inputting coefficients. അപ്പം കോഎഫിഷ്യൻസിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ ഒന്നുമില്ല, മെയിൻ തന്നെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. then equation dot eqn dot get data of a b c. ആ get data എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ആദ്യം വിളിച്ചു. then eqn dot output ആ ഫംഗ്ഷനെയും കോൾ ചെയ്തു. ഇനി if a equal to 0, ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് കൊടുക്കുമ്പോഴും സപ്പോസ് a വാല്യൂ 0 ആണെങ്കിൽ അത് ലീനിയർ ഇക്വേഷൻ ആവും. അങ്ങനെയെങ്കിൽ float tmp is equal to minus c by b cout slash n linear root tmp slash n. അതായത് നമ്മളിപ്പം എയും ബിയും സിയും ആണ് കോഎഫിഷ്യൻസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓഫ് ദ ഫോം a² + bx + c. എന്നിരുന്നാലും സപ്പോസ് കൊടുത്തിരിക്കുമ്പോൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് a 0 ആയി പോയാൽ എന്താണ്? ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആവും. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ കൊടുത്തത്. a = 0 ആണെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് -c/b ആയിരിക്കും. നോ എൽസിനകത്ത് നമുക്ക് ഡിസ്ക്രിമിനന്റിനെ ചെക്ക് ചെയ്യാം. ഫ്ലോട്ട് അത് എൽസി കൊടുത്ത കാര്യം ലീനിയർ ആണെങ്കിൽ പിന്നെ ഡിസ്ക്രിമിനന്റിനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എൽസി കയറി ചെയ്യുന്നത്. d = b × b -4 × a × c. math.h ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ പവർ ഓഫ് b, 2 എന്ന് കൊടുത്താലും മതി. b × b ആണെങ്കിൽ ഡയറക്റ്റ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. നോ if d = 0, d 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യണം. eqn dot equal of a b. ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിൽ eqn dot equal of a b. അതായത് നമ്മൾ ഡിസ്ക്രിമിനന്റ് ചെക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കോഎഫിഷ്യൻസ് ഇൻപുട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണോ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യും? a² + bx + c എന്നുള്ള ഇക്വേഷനകത്ത് a വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ ലീനിയർ ആയിരിക്കും. അപ്പൊ a 0 ആണോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. a 0 ആണെങ്കിൽ ലീനിയർ റൂട്ട് ആയിരിക്കും -c/b. അതങ്ങ് പ്രിന്റ് ചെയ്താൽ മതി. അവിടെ ഡിസ്ക്രിമിനന്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എൽസ് അതായത് a 0 അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കുക, ചെക്ക് ചെയ്യുക അത് =0 ആണോ, <0 ആണോ, > 0 ആണോ എന്ന്. ഇപ്പൊ if d = 0, ഇക്വേഷൻ ഡോട്ട് ഈക്വൽ. ഇപ്പൊ ഡിസ്ക്രിമിനന്റ് 0 ആണെങ്കിൽ ഈക്വൽ റൂട്ട്സ് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. eqn dot equal. ഇനി
else if d less than 0, അതായത് ഇക്വേഷൻ ഡിസ്ക്രിമിനന്റ് 0യേക്കാളും കുറവാണെങ്കിൽ എന്താണ്, ഇമാജിനറി റൂട്ട് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാം. റൂട്ട്സ് ആർ ഇമാജിനറി എന്ന് പ്രിന്റ് ചെയ്താൽ മതി. അതും അല്ലെങ്കിലോ പിന്നെന്താ, d ഗ്രേറ്റർ ദാൻ 0 ആവാനുള്ള ചാൻസേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ കോൾ ഇക്വേഷൻ ഫോർ റിയൽ റൂട്ട്സ്, ഇക്വൻ ഡോട്ട് റിയൽ ഓഫ് a b d. അപ്പൊ അവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും ഡിയും ആയിരിക്കും. അപ്പൊ എൽസ് ക്ലോസ് ചെയ്തു, മെയിൻ ഫംഗ്ഷനും ക്ലോസ് ചെയ്തു. അപ്പൊ പ്രോഗ്രാം സിമ്പിൾ ആയിരുന്നു. നമ്മൾ എന്താ ചെയ്തേ, ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, എയും ബിയും സിയും മെയിനിൽ തന്നെ ഇൻപുട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ ക്ലാസ്സിനകത്തോട്ട് കയറ്റി വിടാനായിട്ട് ഒരു XYZ ആയിട്ട് ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി നമ്മളൊരു get data എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചു. ആ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ ഔട്ട്പുട്ട് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചു. എന്നിട്ട് നമ്മൾ 3 സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആണ് അവിടെ ഡിഫൈൻ ചെയ്തത്, റിയൽ റൂട്ട്സിനും ഇമാജിനറി റൂട്ട്സിനും ഈക്വൽ റൂട്ട്സിനും. ഓക്കെ, ഇതിനകത്ത് അത്രയും നമ്മൾ ചെയ്തു. ചെയ്തതിന് ശേഷം മെയിൻ ഫംഗ്ഷൻ, അപ്പൊ നമ്മൾ അതിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം കൊടുത്തു. റിയൽ റൂട്ട്സ് ആണെങ്കിൽ എങ്ങനെ വരും, അത് കഴിഞ്ഞ് മെയിനിനകത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്, മെയിനിനകത്താണ് കോഎഫിഷ്യൻസ് ഇൻപുട്ട് ചെയ്യുന്നത് എ ബി സി. കോഎഫിഷ്യൻസ് ഇൻപുട്ട് ചെയ്തതിന് ശേഷം ആ എ എന്നുള്ള വാല്യൂ 0 ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യും. എ 0 ആയി പോയാൽ ലീനിയർ ഇക്വേഷൻ ആവും, ലീനിയർ റൂട്ട് അവിടെ അങ്ങ് പ്രിന്റ് ചെയ്യും. എ 0 അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ച് ഡിസ്ക്രിമിനന്റിനെ ചെക്ക് ചെയ്തിട്ട് ഡിസ്ക്രിമിനന്റ് അനുസരിച്ച് റൂട്ട് റിയൽ ആണോ ഈക്വൽ ആണോ ഇമാജിനറി ആണോ നമുക്ക് അറിയാൻ പറ്റും. അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യാം. So this is how you obtain solution for quadratic equation using OOP technique.